എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു മലയാളി തന്നെയാണ്. കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. മട്ടിയാണ് എന്റെ ആദ്യത്തെ പടം. അപ്പൊ അതൊരു മഡ്രൈസ് മൂവി ഫസ്റ്റ് ടൈം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഒരു യൂണിക് കണ്ടന്റ് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ കെടാസന്റെ ഞാൻ മധുരയിൽ കണ്ടത്. അവിടുന്ന് എനിക്കൊരു സ്പാർക്ക് കിട്ടി. അതിനുശേഷം അതിന്റെ ആ ഡീറ്റെയിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി തോന്നി. ആക്ച്വലി മഡി 2 ആയിരുന്നു പ്ലാൻ ആ സമയത്ത്. അപ്പൊ ആ ഒരു കണ്ടന്റ് നന്നായി ചെയ്തതിന് ശേഷം നമുക്ക് മഡി 2ക്ക് പോകാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ആ ജേണി. ഇപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ്. തിയേറ്റർ റിലീസ് ആയതിനു ശേഷം തമിഴ്നാട് എല്ലാം നല്ല ബെസ്റ്റ് റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട് വരുന്നത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ കേരളത്തിൽ പോയി തമിഴ് പടം ചെയ്യുക, അതും നമുക്ക് മധുരയിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം മധുരയിലെ കൾച്ചർ, സ്ലാങ്, മാനറിസം ടോട്ടൽ തമിഴിൽ നിന്ന് തന്നെ വേറിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 കൊല്ലത്തിന്റെ മേലെ മധുരയിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം കെടാസന്റെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഡീപ്പായ ഒരു സ്പോട്ടാണ്, ഇന്റൻസീവായ ഒരു സ്പോട്ടാണ്. ആ സ്പോട്ടും നമ്മൾ ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് അവരിനെ അവിടെ വെച്ച് ഒരു 3 ഇയേഴ്സിന്റെ അടുത്ത് ആടിനെയൊക്കെ വാങ്ങി ട്രെയിൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷമാണ് നമ്മൾ ഷൂട്ടിങ്ങിക്ക് പോയത്. ഷൂട്ടിങ്ങിക്ക് പോകുന്നതിന് മുന്നേ ടീം സെറ്റായി. എല്ലാ ടീമും നല്ല ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്തു. എല്ലാവരും ബെസ്റ്റ് ഔട്ട്പുട്ട് അവർക്ക് തന്നു. അതുകൊണ്ട് തന്നെ ആ കണ്ടന്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവൻ അതിൽ ആക്ട് ചെയ്തിട്ടുള്ള ആടുകളടക്കം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് അവരുടെ ഇമോഷണൽ അടക്കം കിട്ടിയില്ല. ആടുകളുടെ ഇമോഷണൽ അടക്കം, കാരണം ഇമോഷണൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആടുകളുടെ അടക്കം. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു അനിമലിനെ വെച്ച് ഒരു മൂവി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേപ്പറിൽ എഴുതിയാലും എന്തൊക്കെ ഡ്രീം കണ്ടാലും അനിമലിനെ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട് നമുക്ക്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത് ബെസ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ബെസ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെടുത്ത ടൈം, എഫേർട്ട് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം കൂടിച്ചേർന്ന് നല്ലൊരു ഔട്ട്പുട്ടിനെ നമുക്ക് കിട്ടി. എല്ലാ ആർട്ടിസ്റ്റും, ക്രൂസും, ടെക്നീഷ്യൻസും നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. അതിന്റെ ഫലമായി ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്തവിടേക്ക് നിൽക്കുകയാണ്. ഇനി അടുത്തത് നിങ്ങളുടെ കയ്യിൽ, ജനങ്ങളുടെ കയ്യിലാണ് ഈ പടത്തിന്റെ റീച്ച് ഇരിക്കുന്നത്. കാരണം ആസ് എ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എനിക്കൊരു കണ്ടന്റ് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട്. ബാക്കി ഇതിനെ ബ്ലാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ദയവ് ചെയ്ത് മീഡിയാസിന്റെ കയ്യിലും പബ്ലിക്കിന്റെ കയ്യിലാണ്. ആ ഒരു പോർഷൻ കൂടി നന്നായി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു നാഷണൽ ലെവൽ ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. അത് മാത്രമാണ് നിങ്ങൾ അത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതും കൂടി ഇത് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.